ദോശമാവ് കിട്ടാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ഇതുപോലെ പൊടി തയ്യാറാക്കി കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ സൗകര്യമായിരിക്കും. എങ്ങനെയാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയും പൊടി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ കൈ പിടിക്കുന്ന ആ ചൂട് വരെ വറുത്തെടുക്കുക. അതിലേക്ക് ഒരു 1 മുതൽ 2 ടീസ്പൂൺ വരെ ഉലുവയും കൂടെ ചേർക്കാം. നന്നായിട്ട് ഇതുപോലെ നല്ല ചൂടായിട്ട് കിട്ടുമ്പോൾ അതിലേക്കൊരു 1/2 കപ്പ് അവലും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലോണം വറുത്ത് നല്ല ചൂടാവുന്നത് വരെ വറുത്ത് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. വളരെ സ്മൂത്തായിട്ട് പൊടിച്ച് അരിച്ചെടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ശകലം തരി കാണും. ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സുഖമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. പുറത്ത് വെക്കുകയാണെങ്കിലും 4-5 മാസം കേടുകൂടാതെ വെക്കുകയും ചെയ്യാം. ഈ പൊടി കൊണ്ട് എങ്ങനെയാണ് ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുന്നതിനുള്ള വീഡിയോയുടെ ലിങ്ക് കമൻസിൽ ഷെയർ ചെയ്യാം. ദോശമാവും ഇഡ്ഡലിമാവും കിട്ടാത്ത സ്ഥലങ്ങളിലോ ബാച്ചിലേഴ്സായിട്ടോ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഇതുപോലെ പൊടി കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പം തന്നെ ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അരച്ച മാവില്ലെങ്കിൽ ഈ പൊടി കൊണ്ട് വളരെ എളുപ്പം 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.